ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് 15ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് മാജിക്കൽ ഹീൽ യുവർ റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെയാണ് മാന്ത്രികമായി സുഖപ്പെടുത്തേണ്ടത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡേ 1 മുതൽ, അതായത് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഡേ 1 മുതലുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഇനി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. നമ്മൾ സമൂഹത്തിലാണല്ലേ ജീവിക്കുന്നത്. സമൂഹത്തിലെ ഓരോ വ്യക്തികളുമായിട്ട് നമുക്ക് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഏതൊരു കാര്യവും നടക്കണമെങ്കിൽ നമുക്ക് തന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൂടി നമുക്ക് ആവശ്യമാണ്. നമ്മൾ പല റോളുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ടു കിടക്കുന്നുണ്ട്. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, മകൻ, മകള്, സഹോദരി, സഹോദരൻ, ഫ്രണ്ട്സ് എന്നിങ്ങനെ നമ്മൾ പലരോടും പല രീതിയിലുള്ള ബന്ധങ്ങളാണ് പുലർത്തുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ബന്ധങ്ങളിലെല്ലാം വിള്ളലുകൾ വരാറുണ്ട്. നമുക്ക് വിഷമകരമായിട്ടുള്ള ബന്ധമോ വെല്ലുവിളി നിറഞ്ഞ ബന്ധമോ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ എല്ലാത്തിലും എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയോട് നമ്മളെപ്പോഴും എന്താണ് പറയുന്നത്? അവരാണ് കാരണം, അല്ലെങ്കിൽ അവനാണ് അല്ലെങ്കിൽ അവളാണ് എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് നമ്മൾ മറുവശത്ത് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനർത്ഥം നമുക്കൊട്ടും നന്ദിയില്ല എന്നതാണ്. കുറ്റപ്പെടുത്തുകയും പഴിചാരുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ബന്ധം ഒരിക്കലും സന്തോഷത്തോടു കൂടി പോവില്ല. ആ ബന്ധത്തെ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. പകരം ആ ബന്ധത്തിൽ അകൽച്ചയുണ്ടാകും. നിങ്ങൾ യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബന്ധം അകന്നു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോശം അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അതായത് നിങ്ങളുടെ എനർജി ലെവൽ ലോ ആയിരിക്കും. നിങ്ങൾ ആ ലോ എനർജി ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളെ സുഖപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾക്കത് സാധിക്കില്ല. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലനത്തിലൂടെ നിങ്ങളുടെ ബന്ധങ്ങളെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ ദേഷ്യവും പകയും ഒക്കെ വെച്ച് നടക്കുന്നത്? ഗൗതമ ബുദ്ധൻ ഇപ്രകാരം പറയുന്നു: നമ്മുടെ മനസ്സിൽ പകയും വിദ്വേഷവും മുതലായ വികാരങ്ങൾ സൂക്ഷിക്കുക എന്നാൽ നമ്മുടെ കൈക്കുള്ളിൽ ഒരു കനൽക്കട്ട സൂക്ഷിക്കുന്നത് പോലെയാണ്. അത് നമ്മളെയാണ് പൊള്ളിക്കുന്നത്, അത് നമ്മളെയാണ് ബാധിക്കുന്നത്. അതായത് നമ്മൾ ഒരാളോട് വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ ഒക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ചുട്ടുപഴുത്തൊരു തീക്കട്ട കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ പോലെയാണ്. ഈ തീക്കട്ട പിടിച്ചിരുന്നാൽ ആദ്യം പൊള്ളുന്നത് ആരുടെ കൈയാണ്? അത് നമ്മുടെ കൈ തന്നെയാണ് പൊള്ളുന്നത്. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിൽ ദേഷ്യവും വിദ്വേഷവും ഒക്കെ വെച്ച് നടക്കുന്നത് അത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. എന്നാൽ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നന്മകൾ ഉണ്ടാകും. നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇങ്ങനെയാണ്. നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ള, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കനലായിട്ട് എരിയുന്ന ഓർമ്മകൾ തന്നിട്ടുള്ള വ്യക്തിയെ, അതായത് നിങ്ങൾ കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് നമ്മുടെ മാജിക് നോട്ട്ബുക്ക് എടുത്തിട്ട് ആ വ്യക്തിയുടെ 10 ഗുണങ്ങൾ നിങ്ങൾ എഴുതുക. അവർക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകും. അതില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ ആ വ്യക്തിയുമായി കഴിഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങൾ, നല്ല ഓർമ്മകൾ എല്ലാം തന്നെ നമ്മുടെ മാജിക് നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് ആ വ്യക്തിക്ക് നന്ദി പറയുക. ആ വ്യക്തി നമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ, നമ്മൾക്ക് തന്നിട്ടുള്ള വേദനകൾക്ക് എല്ലാം മാപ്പ് കൊടുക്കുക, ക്ഷമിക്കുക.
ആ വ്യക്തിയുടെ അറിവില്ലായ്മയാണെന്ന് വിചാരിക്കുക. ഇതെനിക്ക് പറയാനായിട്ട് എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും നിങ്ങൾ ചെയ്യുക. നമ്മളെ കൊണ്ട് അത് സാധിക്കും ഗ്രാറ്റിറ്റ്യൂഡിലൂടെ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാക്ടീസുമായിട്ട് വരാം. ബായ്.